സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ റിസർവേഷൻ ടിക്കറ്റ് കൗണ്ടർ, പണ്ടത്തെ റിസർവേഷൻ ടിക്കറ്റ് കൗണ്ടറും ഇപ്പോൾ എല്ലാ തരത്തിലുള്ള റിസർവേഷനായതും അല്ലാത്തതുമായ ടിക്കറ്റ് കൊടുക്കുന്ന കൗണ്ടറിൻ്റെ ബാക്ക് വശം, പിറകുവശമാണിത്. എന്നാൽ ഇത് അടച്ചിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിലിവിടെയുള്ളത്. അപ്പോൾ ഇതിനെതിരെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ പരാതി നൽകുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു വിവരം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേയിൽ നിന്നും ലഭിച്ചില്ല എന്നുള്ള ഒരു കാര്യമടക്കം ഈ സാമൂഹ്യ പ്രവർത്തകൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് കാരണം ഇവിടെ വരുന്ന യാത്രക്കാർക്കെല്ലാം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട്. ദീപക് പുജാര എന്ന് പറയുന്ന ഇദ്ദേഹമാണ് ഈ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു പരാതി? പരാതി എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ഓർമ്മ അനുസരിച്ചിട്ട് നമ്മളൊക്കെ ഇവിടെ സൗത്തിൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ 2012-11 മുതൽ ഇവിടുത്തെ റെയിൽവേയുടെ വിദഗ്ധ സമിതി ഇത് ഒരു ജനങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ചെയ്തത്. ഇവിടുന്ന് ഒരു ഡെയിലി കമ്മ്യൂട്ടേറ്റേഴ്സ് ഡെയിലി ജോലിക്ക് പോയി വരുന്ന ഈ കൊച്ചി നഗരത്തിൽ പിറവം റോഡ്, വൈക്കം റോഡ്, അല്ലെങ്കിൽ കുമ്പളം, ചേർത്തല എന്നൊക്കെ വരുന്ന പല സാധാരണ ജനങ്ങൾ ഇവിടെ ജോലി ചെയ്ത് വരുന്നവർക്കൊക്കെ ഇത് വളരെ ഒരു ഉപകാരപ്പെടുന്ന ഒരു വഴിയാണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു വഴി കൊടുത്തു. പിന്നെ ഇവിടെ ഈ ബിൽഡിങ്ങിൽ വേറെ പല മേഖലകളിലുള്ള വലിയ ഉയർന്ന ഓഫീസുകളുണ്ട്. ഇവിടെ എപ്പോഴും സന്ദർശനത്തിന് വലിയ വലിയ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് കഴിഞ്ഞ ഒരു വർഷം ആയിട്ട് ഒരു വർഷമായി ഏകദേശം ഇത് അടിഞ്ഞിട്ട് 2-3 പ്രാവശ്യം അവിടെ ഞാൻ ഓഫീസിൽ പോയി അന്വേഷിച്ചതാണ് ഇതെന്തുകൊണ്ടാണ് അത് അവിടെ ഇതേമാതിരി പൂട്ടിയിരിക്കുന്ന വല്ല തക്കമായ കാരണം ഉണ്ടോ ഇല്ല. ആൾക്കാർ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ വിചാരിച്ചു തെറ്റിദ്ധരിച്ച് അവരിവിടെ വല്ല വികസനം നടക്കുന്നതുകൊണ്ട് ആ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പൂട്ടിയതെന്നാണ് അവരെല്ലാവരും വിചാരിച്ച് വളരെ മിണ്ടാതെ ഇരുന്നു. പക്ഷേ ദീർഘകാലമായിട്ട് ഇതിന് യാതൊരു പരിഹാരം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ രേഖാമൂലം ഒരു പരാതി കൊടുത്തു. രേഖാമൂലം പരാതി കൊടുത്തപ്പോൾ ആർക്കും ഒന്നും മിണ്ടാനില്ല, അതിന് തക്കമായ കാരണമില്ല. ഒരു സഞ്ചാര സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് ഉണ്ടായത് നിഷേധിച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ആർക്കും മറുപടിയില്ല. ഇതുകൊണ്ട് എന്താണ് ദോഷം ഇതിലെ പോയി ഇറങ്ങി വരുന്ന ആൾക്കാർക്ക് ഒരു ആൾക്കും മറുപടിയില്ല. ഇവിടെ ഉള്ള ആൾക്കാരോട് ആരോട് ചോദിച്ചാലും അവർ പറഞ്ഞുതരും. നിങ്ങളൊക്കെ ഈ പ്രദേശത്ത് ഉള്ളവർ തന്നെയാണോ? ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇത് നേരത്തെ ഓപ്പൺ ചെയ്ത് ടിക്കറ്റ് എടുക്കാനും ഓടി അങ്ങോട്ട് പോവാം. ഞങ്ങളെപ്പോലെ ഇത്തിരി പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വരുമ്പോൾ അതിൽ എളുപ്പത്തിൽ അവിടെ പോകാമായിരുന്നു. ഇപ്പോൾ അതിലൂടെ ചുറ്റിക്കറങ്ങി ഉള്ള കട്ടറിയൊക്കെ ചാടി തന്നെ പോകണം. ഇപ്പം ഇത് ഏറ്റവും സൗകര്യപ്രദമായിരുന്നു. അവരാവശ്യമില്ലാണ്ടാണ് പൂട്ടിയിരിക്കുന്നതെന്നാണ് നമ്മളുടെ ചിന്ത. ഇതിൻ്റെ മുകളിലൂടെ ഒക്കെ എടുത്ത് ചാടും. ഒരുപാട് യാത്രക്കാർ ബാഗൊക്കെ എറിഞ്ഞ് കുട്ടികളും അടക്കം അതിന് മുകളിലൂടെ എടുത്ത് ചാടുന്നുണ്ട്. നമ്മൾ വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം. ഇത് പെഡസ്ട്രിയൻ ക്രോസിങ്, ഈ കാൽനട യാത്രക്കാരാണ് നമ്മുടെ ഇന്ത്യയിൽ റോഡിലും എല്ലായിടത്തും മുൻഗണന ഉള്ളത്. ഇത് കാൽനട യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഡെയിലി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് കയറാനും ഇറങ്ങാനും റെയിൽവേ പൊതു സ്ഥലങ്ങൾ തുറന്നു കൊടുക്കുക. അത് എന്ത് സെക്യൂരിറ്റി കാരണങ്ങൾ കൊണ്ടാണ് അവർ പൂട്ടിയേക്കുന്നത് നമുക്കറിയില്ല. ഇത് ആരും ഇല്ല ചോദിക്കാൻ, ആരും പറയാനുമില്ല. യാത്രക്കാർ വരുന്നു, ചാടിക്കിടക്കുന്നു, തുറന്നു കിടക്കുന്നിടത്തൊരു പോകുന്നു, അറിയില്ല. പിന്നെ മെയിനായിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് തന്നെ കൺഫ്യൂഷനാണ്. മിക്കപ്പോഴും അരമണിക്കൂർ മുമ്പായിരിക്കും ഗസ്റ്റ് ഇവിടെ വരുന്നത്. റെയിൽവേ എറണാകുളം ജംഗ്ഷൻ ഏതാ ടൗൺ ഏതാണെന്ന് ആൾക്കാരറിയില്ല. അത് തന്നെ സമയത്ത് ഓടുന്നതാണ്. ചിലപ്പോൾ പറയുന്ന യാത്രക്കാർ വന്നതിന് ശേഷം ടൗണിലേക്ക് പോകും. അവിടെ ഇവിടെ അല്ല ട്രെയിൻ, അങ്ങനെ എല്ലാവർക്കും കറക്റ്റായിട്ട് അറിയത്തില്ലാത്ത ആൾക്കാർ. മെയിനായിട്ടൊരു പേര് പോലും ഇതിന് കറക്റ്റായിട്ടില്ല. ഇത്രയും വലിയ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്, നന്മയാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ പാകിസ്ഥാനിൽ നിന്നുള്ളൊരു ഇങ്ങനെ വന്ന് കയറാൻ ഒന്നും വരില്ല. ഇതിലൂടെ ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി ആൾക്കാർ പരാതി തരുന്നു. നിങ്ങളത് സംസാരിച്ചാൽ തുറന്നു കിട്ടട്ടെ എന്ന് അധികാരികളിലേക്ക് എത്തട്ടെ. ഇത് കാരണം എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് ഇപ്പോൾ ഇവിടുന്നുള്ള ആൾക്കാർ നമ്മുടെ കടയിൽ, നമുക്കിവിടെ കടയുണ്ട്. ആ കടയിലേക്ക് ചായ കുടിക്കാനുള്ള ആൾക്കാർ ഇപ്പോൾ കച്ചവടം തന്നെ വളരെ അധികം കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ആൾക്കാരും ഒരാളും മിക്കവർക്കും ഇതിൽ കൂടെയാണ് റിസർവേഷൻ കൗണ്ടറിലേക്ക് പോയിക്കൊണ്ടിരുന്നത് വെച്ചാൽ ഇപ്പോൾ അതും ഇല്ലാണ്ടായി. മിക്കവരും വന്ന് ചോദിക്കണം. ഇപ്പോൾ കറങ്ങിയൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വെള്ളം നിറഞ്ഞാലും അതിൽ കൂടെ കറങ്ങിയൊക്കെ വരണം. ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നുന്നത്. ഇവിടെ തന്നെയുള്ള ആളാണോ നിങ്ങൾ? ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ പറയേണ്ടായിട്ടുണ്ടോ? നമ്മളിപ്പോൾ നേരത്തെ ആയിട്ട് ഇപ്പോൾ ട്രെയിനൊക്കെ വന്നാൽ സമയത്ത് നമ്മളിവിടെ പണിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ വീട്ടിലൊക്കെ പോകണമെങ്കിൽ എൻ്റെ വീട് ചേർത്തലയിലാണ്. അപ്പോൾ എനിക്കിപ്പോൾ ട്രെയിൻ കയറണമെങ്കിൽ ഇതിലെ പോയാൽ പറ്റുള്ളൂ. വേഗം എത്തണമെങ്കിൽ ഇതിലേ കൂടെ പറ്റുള്ളൂ. ഇപ്പോൾ വേഗം പറ്റില്ല, നമ്മൾ കറങ്ങി തിരിഞ്ഞൊക്കെ വന്നു. പിന്നെ ആൾക്കാരൊക്കെ ഇപ്പോൾ ഇതിലേ കൂടെ വന്നെന്ന് പറഞ്ഞാൽ അവർ അതിലേ കൂടെ ഇറങ്ങണം, അല്ലെങ്കിൽ ഇതിലേ കൂടെ ഇറങ്ങണം. അവിടെ ഇവിടെ എല്ലാം തിരക്കാവും. ബ്ലോക്കും കൊണ്ട് ഇവിടെ തന്നെയാണ്.
അപ്പോൾ എല്ലാവരും ഇതിലെ കൂടെ നടന്നു പോകുമ്പോൾ അതൊരു സുഖ വഴിയായിരുന്നു. ഇപ്പോൾ അത് പൂട്ടിയ കാരണം ആർക്കും ഇപ്പോൾ ഒരു ടൈമിങ്ങും കിട്ടില്ല, ട്രെയിനും പോകും എല്ലാം പോകണേണ് എല്ലാവരുടെയും കയ്യിൽ. നമുക്ക് നേരെ സമയം വീട്ടിലെത്താൻ പറ്റില്ല, ഓടി അവിടെ എത്തുമ്പോഴത്തേക്കും ട്രെയിൻ പോകും, പിന്നെ വേറെ ട്രെയിൻ മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്താലും നമുക്ക് ട്രെയിനും കിട്ടുള്ളൂ. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ നമുക്കിവിടെ ഉണ്ട്. ചേച്ചി ഇവിടെ തന്നെ ഉള്ള ആളാണോ? ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? ഞാനിവിടെ ട്രാവൽസ് നടത്തുന്നതാണ്, ആര്യ ടൂർസ് ആൻഡ് ട്രാവൽസാണ്. ദെൻ എനിക്കുള്ള കസ്റ്റമർ മുഴുവൻ ഇതിലും വഴിയാണ് നേരത്തെ വന്നുകൊണ്ടിരുന്നത്, ഷോർട്ട് കട്ടായ കാരണം. ഇതിപ്പോൾ ഞാൻ വിളിക്കാൻ പോകണമെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞും അവിടെ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, സ്വാമിമാർക്ക് തന്നെ കൺഫ്യൂഷനാണ്. ഇപ്പോൾ ശബരിമല സീസണിൽ നടന്നുകൊണ്ടിരിക്കണം. അല്ലാതുള്ള ടൂർ പാക്കേജ് കസ്റ്റമർ വന്നാലും അവരൊത്തിരി കറങ്ങി തിരിഞ്ഞൊക്കെയാണ് തപ്പിപ്പിടിക്കാൻ പോകുന്നത്. നമുക്കിത് ഷോർട്ട് കട്ടിലൂടെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. അതിപ്പോൾ ഇങ്ങനെ ഇവർ കെട്ടിയടച്ചുകൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ട്രെയിനെ വരുന്ന യാത്രക്കാർക്കാണേലും ഞാനും ചേർത്തലക്കാരിയാണ്, ട്രെയിനെ വരുമ്പോഴാണേലും ഒത്തിരി ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണെന്ന് പലരും പറയും. പലരും ഇവിടെ വന്നിട്ട് തിരിച്ച് പിന്നെയും പോവുകയാണ്. അപ്പോൾ ഇത് വർഷങ്ങളായിട്ടുണ്ടായിരുന്നൊരെണ്ണം എന്തിനു കെട്ടിയടച്ചു എന്നാണ് നമുക്കറിയേണ്ടത്. പൊതുജനത്തിന് ഉള്ള സൗകര്യമാണ് ഇവർ ബുദ്ധിമുട്ടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ തൽക്കാലം. ഇത് ഒത്തിരി പേര് പ്രയത്നിച്ചു, ഉപകാരപ്പെടുന്നൊരു സ്ഥലമായിരുന്നു ഇത്. ഒത്തിരി ആൾക്കാർക്ക് ഷോർട്ട് കട്ട് നേരെ പോകാം, ഫോർട്ട് കൊച്ചിക്ക് അങ്ങോട്ട് യാത്ര ചെയ്ത് പോകും. ഇത് അങ്ങോട്ട് പോകണോ എങ്ങോട്ട് പോകണോ വഴിയോ ഒന്നും അറിയത്തില്ല, ആൾക്കാരെ നമ്മൾ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കലാണ്. ഇപ്പോഴും ആളുകൾ വരുന്നുണ്ടോ ഇവിടെ? ഇങ്ങനെ ഈ സ്ഥലം ഇത് കൂടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നല്ലോ. ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ട് തിരിഞ്ഞു പോകുക. ആൾക്കാർക്ക് തിരിച്ചു അത് ഈ ഒരു ഗേറ്റ് 5 മണിയാകുമ്പോൾ അവരടയ്ക്കും, അല്ലെങ്കിൽ ഇതുവഴി കുറേ ആൾക്കാർ കയറി പോകണം. ഇതുവഴി ഇപ്പോൾ പബ്ലിക്കിന് കയറി പോകാൻ പറ്റത്തില്ലെന്നൂടെ അവർ പറയണത്. അത് അവരുടെ സ്റ്റാഫുകൾക്കുള്ള വഴിയാണ്. അപ്പോൾ പിന്നെ പബ്ലിക്ക് ഇതുവഴി പോകും. ഇനി അഥവാ ഒരാൾ വരണമെന്ന് ഓട്ടോറിക്ഷ വിളിച്ച് അതുവഴി കറങ്ങി ഇവിടെ വരണം. ഇനിയിപ്പോൾ അത്യാവശ്യം ട്രെയിൻ ഒരാൾ പോകാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നൊരു ആൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ട്രെയിൻ വരാൻ സമയമെങ്കിൽ ഇവിടുന്ന് 1 കിലോമീറ്റർ ഓടണം, പ്ലാറ്റ്ഫോമിൽ ഓടണം. മാഡം വേണം നോക്കിക്കോ, അറിയാൻ പറ്റുന്ന കാര്യം. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഒരു തവണ പൊളിച്ചത് ആരാണ്ട്, അത് കഴിഞ്ഞ് പിന്നെ അവർ പൈപ്പൊക്കെ ഇട്ട് ഒന്നുകൂടി സ്ട്രോങ് ആയിട്ട് കെട്ടി വെച്ചേക്കും. ഇതെന്തോ ഇതൊന്നും നമുക്ക് മനസ്സിലാവണില്ല. അത് വഴി തുറന്നു വിട്ടോണ്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവർക്കത് പറയാൻ പറ്റും, പൊതുജനങ്ങളോട് പറയണ്ടേ. ഇതെന്ന് പറയാൻ ഉണ്ടായിരുന്ന വഴിയാണത്. ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ളൊരു ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് വെള്ളമാണ്. നീന്തി ആൾക്കാർ എങ്ങനെ കഷ്ടപ്പെടുന്നെന്ന് മഴവെള്ളപ്പം നിങ്ങൾ ഇങ്ങോട്ട് വാ വീഡിയോ അപ്പം നമുക്ക് പറയാം. ഫുള്ള് ഒരു മഴ പെയ്താൽ മതി, കംപ്ലീറ്റ് വെള്ളമാണ്. ഞാൻ ട്രാവൽസ് ബുദ്ധിമുട്ടാണ്, ട്രാവൽസ് മുഴുവൻ വെള്ളം കയറും എല്ലാ വർഷവും. അല്ല ഒരു മഴ പെയ്താൽ മതി. അപ്പം അതിനുള്ള ഒരു ഇതുപോലും ഇല്ലാതെ ഇത് കെട്ടിയടച്ച് വെച്ചാൽ ആൾക്കാർക്ക് ഷോർട്ട് കട്ടായിട്ട് പോകാമല്ലോ. ബുദ്ധിമുട്ട് ആ വഴി ഉണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. വെള്ളം കയറുമ്പോൾ അവർക്ക് അതിലെങ്കിലും കയറിപ്പോവാം. ഇതിപ്പോൾ അവരൊന്നല്ല അതിലെ കൂടെ പോകണല്ലോ ഇതിലെ കൂടെ പോകണം. മുട്ടപ്പം വെള്ളം വന്നത് ഈ കനാലിൻ്റെ അകത്തു നിന്നുള്ള ചീത്ത വെള്ളമാണ് പൊങ്ങിക്കയറി വന്നത്. അത് എല്ലാവർക്കും അസുഖവും വരുത്തും. ഇവിടെ ആർക്കും അങ്ങനെ വരാനും തോന്നാറില്ല. മഴ പെയ്താൽ മെയിൻ എൻട്രൻസ് അതാണ്, അവിടെയാണ് കൂടുതൽ വെള്ളം പൊങ്ങണതും. പിന്നെ ഈ വേറെ എൻട്രൻസ് ഉള്ളത് ആ സൈഡിലാണ്, അവിടെയാണ് കൂടുതൽ വെള്ളം പൊങ്ങണത്. പൊങ്ങാത്ത സ്ഥലമാണ് ഇപ്പോൾ ഇവർ അടച്ചു വെച്ചേക്കുന്നത്. അതിലാണ് മെയിൻ ഈ എൻട്രൻസ് തുറന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഇവിടെയാണ് വെള്ളം പൊങ്ങാത്ത സ്ഥലമാണിത്. ഇത് തുറന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടിട്ട് റെയിൽവേയിൽ ആരുടെയൊക്കെ സംസാരിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായോ? റെയിൽവേയിൽ പോയി പറഞ്ഞതാ. അപ്പോൾ അവർ പറഞ്ഞ ഇതുവഴി വഴി അങ്ങനെ ഇട്ടിട്ടില്ല. അതാ പിന്നെ രാത്രി ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് മറച്ചേക്കുന്ന കാരണം ഇപ്പോൾ അവിടെ ഇരുന്ന് ബംഗാളികളൊക്കെ വന്ന് വൈകിട്ട് വെള്ളമടിയാണ്. ഇതില്ലായിരുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ആൾക്കാർ എപ്പോഴും പോകുന്ന കാരണം അവിടെ ഒരുത്തനും ഇരിക്കത്തില്ല. കൗണ്ടറിലോട്ടുള്ള എൻട്രൻസ് പണ്ട് പോലെ ഉള്ളതാണ്. അതവിടെ മറച്ചു വെച്ചിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാക്കി വെച്ചേക്കണം ഇവർ എന്ത് കാരണം കൊണ്ട് ഇത് മറച്ചെന്നറിയത്തില്ല. ഇതുമായിട്ട് പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ? പരാതി ഇപ്പം 2 ആഴ്ചയായി ഓൾറെഡി കൊടുത്തു. അവർ അനുഭവപൂർവ്വം ഉടനെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്നാണ് റെയിൽവേയുടെ ഒരു തത്വം. സർവീസ് ആണ് അവരെ ഏറ്റവും വലിയ തത്വം. അത് ഉടനെ അവർ പരിഹരിക്കുമെന്നാണ് 100% ഉറപ്പ്. അതിൽ യാതൊരു തടസ്സവുമില്ല. അവർ ചെയ്തിരിക്കണം. ദേ ആർ ബൗണ്ട് ടു ഡു ദാറ്റ്. എന്തായാലും നമ്മളിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേ അധികൃതരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വഴി വലിയ രീതിയിൽ അനധികൃതമായിട്ട് ആളുകൾ കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ റെയിൽവേയിലെ ഇപ്പോൾ പോലീസുകാരാണെങ്കിലും അത്തരത്തിൽ ആളുകളുടെയൊക്കെ ശ്രദ്ധ എത്തുന്ന സ്ഥലമാണ് ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുള്ള എൻട്രികളൊക്കെ. ഈ ഭാഗത്ത് അത്തരത്തിലൊരു ശ്രദ്ധ നൽകാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യമൊക്കെയാണ് റെയിൽവേ അധികൃതർ നമ്മോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ക്യാമറാമാൻ ജിഷ്ണു കെയറിനൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.